Students, in this section we are going to discuss problem related to second order partial derivatives. Then the first question is, show that W equal to 5 into cos 3x plus 3ct plus e raised to x plus ct, where C is a constant, satisfies the wave equation dou square w by dou t square equal to c square into dou square w by dou x square. Show that W equal to 5 into cos 3x plus 3ct plus e raised to x plus ct, where c is a constant, satisfies the wave equation. അതായത് തന്നിരിക്കുന്നതാണ് വേവ് ഇക്വേഷൻ ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ ടി സ്ക്വയർ കാണുക, ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ കാണുക, ദെൻ ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് കാണിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ ഗിവൺ ഫംഗ്ഷൻ എടുത്തെഴുതാം. ഗിവൺ ഡബ്ല്യു ഈക്വൽ ടു 5 കോസ് 3x പ്ലസ് 3ct പ്ലസ് exponential of x plus ct. This is the given function e raised to x plus ct. Then what is dou w by dou x? Derivative of w with respect to x വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 5 is a constant, making outside 5 into, then കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ദറ്റ് ഈസ് മൈനസ് അല്ലേ, മൈനസ് സൈൻ 3x പ്ലസ് 3ct. അപ്പം കോസ് 3x പ്ലസ് 3ct ഡെറിവേറ്റീവ് എടുത്തു, ദാറ്റ് ഈസ് മൈനസ് സൈൻ 3x പ്ലസ് 3ct. ദെൻ 3xൻ്റെ ഡെറിവേറ്റീവ് കൂടെ വേണം അല്ലേ, 3x പ്ലസ് 3ct ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് ഇൻറ്റു 3യും കൂടെ വരും, പ്ലസ് e raised to x plus ct ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും? e raised to x plus ct ഇൻറ്റു എക്സ് പ്ലസ് ct ഡെറിവേറ്റീവ് ഇടാം, ദാറ്റ് ഈസ് 1 വരും അല്ലേ. അപ്പം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് 15 സൈൻ 3x പ്ലസ് 3ct പ്ലസ് e raised to x പ്ലസ് ct. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ ടി കാണാം അല്ലേ. നെക്സ്റ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഈക്വൽ ടു എന്നാ വരും? ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ടി വേണം അല്ലേ. അപ്പോൾ എന്താ വരുന്നത്? 5 ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ എന്ത് വരും? 3x പ്ലസ് 3ct ഇൻറ്റു 3x പ്ലസ് 3ct ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വേണം അല്ലേ. അപ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് 3c പ്ലസ് എന്ത് വരും? e raised to x plus ct ഡെറിവേറ്റീവ് വേണം അല്ലേ. e raised to x plus ct ഇൻറ്റു എക്സ് പ്ലസ് ct ഡെറിവേറ്റീവ് എന്ത് വരും? ദറ്റ് ഈസ് c. therefore this is equal to എന്ത് കിട്ടും? മൈനസ് 15c ഇൻറ്റു സൈൻ 3x പ്ലസ് 3ct പ്ലസ് c ഇൻറ്റു e raised to x plus ct. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ കാണാവേ. ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താ വരുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താ വരിക? മൈനസ് 15 സൈൻ 3x പ്ലസ് 3ct പ്ലസ് e raised to x plus ct. ദാറ്റ്സ് ഈക്വൽ ടു എന്നാ വരുന്നത് നോക്കി? മൈനസ് 15 ഇൻറ്റു സൈൻ 3x പ്ലസ് 3ct ഡെറിവേറ്റീവ് എന്ത് വരും? ദറ്റ് ഈസ് മൈനസ് 15 ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? ദറ്റ് ഈസ് കോസ് 3x പ്ലസ് 3ct ഇൻറ്റു എന്ത് വരണം? 3x പ്ലസ് 3ct ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദറ്റ് ഈസ് 3 വരും, പ്ലസ് അടുത്ത് എന്ത് വരണം? e raised to x plus ct ഡെറിവേറ്റീവ്, ദറ്റ് ഈസ് e raised to x plus ct ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും അല്ലേ. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് മൈനസ് 45 ഇൻറ്റു അല്ലേ, 5 ഇൻറ്റു 15 ഇൻറ്റു 3 45, മൈനസ് 45 ഇൻറ്റു കോസ് 3x പ്ലസ് 3ct പ്ലസ് e raised to x പ്ലസ് ct. ഓക്കെ, ഇനി നമുക്ക് ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി, ദാറ്റ്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി എന്താ വരിക? ദറ്റ് ഈസ് മൈനസ് 15c സൈൻ അല്ലേ 3x പ്ലസ് 3ct പ്ലസ് c ഇൻറ്റു e raised to x plus ct.
ദാറ്റ്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് വരുമ്പോൾ എന്താ വരുന്നത് -15c ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് കോസ് വരും അല്ലേ കോസ് 3x പ്ലസ് 3ct ഇൻറ്റു 3x പ്ലസ് 3ct ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വേണം ദറ്റ് ഈസ് 3ct വരും പ്ലസ് നെക്സ്റ്റ് നോക്കിയേ അടുത്ത സി ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സീറ്റഡ് ഡെറിവേറ്റീവ് ആണ് അപ്പോൾ സി കോൺസ്റ്റൻറ്റ് ദെൻ ഇ റേസ് ടു എക്സ് പ്ലസ് സീറ്റഡ് ഡെറിവേറ്റീവ് എന്ത് വരും ഇ റേസ് ടു എക്സ് പ്ലസ് സി ടി ഇൻറ്റു എക്സ് പ്ലസ് സി ടിയുടെ ഡെറിവേറ്റീവ് ആണ് ദറ്റ് ഈസ് സി വരും അല്ലേ ദെയർഫോർ ദിസ് ഇസ് ഈക്വൽ ടു നോക്കി എന്താ വരുന്നതെന്ന് -15 ഇൻറ്റു 3 ദാറ്റ് ഈസ് -45 സി ഇൻറ്റു സി സ്ക്വയർ കോസ് 3x പ്ലസ് 3ct പ്ലസ് നെക്സ്റ്റ് ടൈമിൽ നിന്ന് സി ഇൻറ്റു സി സ്ക്വയർ വരും ഇ റേസ് ടു എക്സ് പ്ലസ് സി ടി ഓക്കെ രണ്ട് ടൈമിലും കോമൺ ആയിട്ട് സി സ്ക്വയർ എടുക്കാമല്ലോ ദെൻ സി സ്ക്വയർ ഇൻറ്റു വി ഗെറ്റ് -45 കോസ് 3x പ്ലസ് 3ct പ്ലസ് അല്ലേ പ്ലസ് എന്ത് വരും ഇവിടുന്ന് ഇ റേസ് ടു എക്സ് പ്ലസ് സി ടി ദാറ്റ്സ് ഈക്വൽ ടു നോക്കി ദിസ് ഇസ് ആക്ച്വലി ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ ടി സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ അല്ലേ കിട്ടിയേക്കുന്നത് നോക്കി ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ ആയിട്ടേക്കുന്നത് അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ ദെയർഫോർ വാട്ട്സ് ദ കൺക്ലൂഷൻ ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടിയില്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ഏതാണോ എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യേണ്ട രണ്ട് ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കുക ഫൈനലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ അത് ക്ലിയർ ആണല്ലോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് u equal to x square plus y square into xy then prove that x square into dou u by dou x square plus 2xy into dou square u by dou x dou y plus y square into dou square u by dou y square equal to 12u ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കണ്ടീഷൻ if u equal to x square plus y square into xy then we want to prove that x square into dou square u by dou x square plus 2xy into dou square u by dou x dou y plus y square into dou square u by dou y square equal to 12u എങ്ങനെ പ്രൂവ് ചെയ്യാം നമുക്ക് ഗിവൺ കണ്ടീഷൻ എടുക്കാം അല്ലേ അപ്പോൾ ഗിവൺ u equal to x square plus y square into xy ടൈമിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം x square into xy that is x cube y plus y square into xy എങ്ങനെ എഴുതാം x into y ക്യൂബ് എന്ന് എഴുതാമല്ലോ ദെൻ നമുക്ക് അടുത്ത പ്രൂവ് ചെയ്യേണ്ടത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഇത്രയും ക്വാണ്ടിറ്റീസ് കാണാം അല്ലേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് കാണാം വാട്ട് ഈസ് ഡോ യു ബൈ ഡോ എക്സ് ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് വരും ദറ്റ് ഈസ് എക്സ് ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത് 3x സ്ക്വയർ ഇൻറ്റു വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും അല്ലേ പ്ലസ് അടുത്തത് വൈ ക്യൂബ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് 1 ദറ്റ് ഈസ് വൈ ക്യൂബ് ഇതേപോലെ ഡോ യു ബൈ ഡോ വൈ എന്താ വരുന്നത് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്ത് വരും എക്സ് ക്യൂബ് കോൺസ്റ്റൻ്റ് നിൽക്കില്ല എക്സ് ക്യൂബ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 വരും പ്ലസ് എക്സ് ഇൻറ്റു വൈ ക്യൂബ് അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വേണ്ട അപ്പം എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും ദെൻ എന്ത് വരും 3x വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് 3y സ്ക്വയർ വരും അല്ലേ 3xy സ്ക്വയർ വരും ഓക്കെ ദെൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ആക്ച്വലി ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് അല്ലേ വരുന്നത് ഡോ യു ബൈ ഡോ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കണം അപ്പോൾ എന്താ വരുന്നത് നോക്കി 3യും വൈയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും 2x വരും അപ്പം ദിസ് ഇസ് ഈക്വൽ ടു 6xy പ്ലസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും ഇറ്റ് ഈസ് 0 അതേപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്താ വരുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ഡോ യു ബൈ ഡോ വൈ ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ വൈ അല്ലേ ദാറ്റ്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈയുടെ എക്സ്പ്രഷൻ ഇതിനാണ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണേ ഇപ്പോൾ എന്ത് വരും എക്സ് ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് 0 ആവും ദെൻ 3x വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ വേണം അപ്പം 3x കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും 2y വരും ദറ്റ് ഈസ് 6xy വരും അല്ലേ ദെൻ നെക്സ്റ്റ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ വേണം ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ദാറ്റ്സ് ഈക്വൽ ടു തന്നെ വരും ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ വൈ ദാറ്റ്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ വൈ എന്താ ഡോ യു ബൈ ഡോ വൈ ഈസ് എക്സ് ക്യൂ പ്ലസ് 3
എക്സ് വൈ സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് 3x സ്ക്വയർ പ്ലസ് 3xy സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല എടുക്കുന്നത്. അപ്പം 3y സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 വരും. അപ്പം 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ. ഇനി നമുക്ക് ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്താ വരിക? ദറ്റ് ഈസ് 6xy പ്ലസ് 2xy ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ വരും അല്ലേ? പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്താ വരിക? ദറ്റ് ഈസ് 6xy. ദാറ്റ്സ് ഈക്വൽ ടു നോക്കിയേ, ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരുന്നത്? 6x ക്യൂബ് വൈ അല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് വൈ വരുമ്പോൾ എക്സ് ക്യൂബ് വൈ പ്ലസ് 2xy ഇൻറ്റു 6x സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 6 ഇൻറ്റു എക്സ് ക്യൂബ് വൈ പ്ലസ് 2xy ഇൻറ്റു 3y സ്ക്വയർ ചെയ്യുമ്പോൾ 6 ഇൻറ്റു എക്സ് വൈ ക്യൂബ് പ്ലസ് അടുത്ത ടൈം എന്ത് വരും? വൈ സ്ക്വയർ ഇൻറ്റു 6xy ദാറ്റ് ഈസ് 6xy ക്യൂബ്. ദാറ്റ്സ് ഈക്വൽ ടു നോക്കി ആഡ് ചെയ്യുമ്പോൾ 6x ക്യൂബ് വൈ പ്ലസ് 6x ക്യൂബ് വൈ അല്ലേ? ദിസ് 2 ടേംസ്. അപ്പോൾ 12x ക്യൂബ് വൈ പ്ലസ് നോക്കി 6xy ക്യൂബ് പ്ലസ് 6xy ക്യൂബ് ദാറ്റ് ഈസ് 12xy ക്യൂബ് എന്ന് എഴുതാം അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 12 ടൈംസ് എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് വൈ ക്യൂബ് എന്ന് എഴുതാമല്ലോ. ദറ്റ് ഈസ് ആക്ച്വലി നോക്കിയേ എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? യു ആണല്ലേ? അപ്പം നമ്മൾ ദിസ് ഇസ് ഈക്വൽ ടു 12 ടൈംസ് യു എന്ന് എഴുതാമല്ലോ. ദെയർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു 12u എന്ന് കിട്ടും. എളുപ്പമല്ലേ? അപ്പം ക്വസ്റ്റ്യന് നോക്കുക, ഏതൊക്കെ ടൈംസ് വേണം നോക്കുക, എക്സ്പാൻഡ് ചെയ്യുക, ആ ടൈംസിലേക്ക് എത്തുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു.